ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും റെയിൻ ഡ്രോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു റീപോർട്ടിംഗ് വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ. ഇത് അഗ്ലോണിമയുടെ റെഡ് ലിപ്റ്റിക് പ്ലാന്റ് ആണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഒരു ചെറിയ തണ്ട് കിട്ടിയതായിരുന്നു. ആദ്യം ഞാൻ ഈ കാണുന്നൊരു പാത്രത്തിൽ അത് പോട്ട് ചെയ്ത് വെച്ചു. അതിൽ നിന്ന് ധാരാളം ഷൂട്ടുകളൊക്കെ വന്നപ്പം ഈ കാണുന്ന ചെറിയ ചട്ടിയിലേക്കും കൂടെ മാറ്റി നട്ടു. ഇപ്പോൾ രണ്ട് ചട്ടിയിലും അത്യാവശ്യം നല്ല രീതിയിൽ പ്ലാന്റ് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിനി നമുക്ക് റീപോർട്ട് ചെയ്യാം. അത്യാവശ്യം വലിയൊരു ചട്ടിയിലേക്ക് നമുക്ക് റീപോർട്ട് ചെയ്ത് സെറ്റാക്കാം കേട്ടോ. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ഇതിൻ്റെ ലീഫുകളാണ് ഇതിൻ്റെ ഭംഗി. മാത്രമല്ല അധികം സൺലൈറ്റ് ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് പോട്ട് ചെയ്ത് സെറ്റ് ചെയ്യാവുന്ന പ്ലാന്റാണ് കേട്ടോ. അധികം വെള്ളത്തിൻ്റെയോ വളത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ലാത്ത ഈ ഒരു അഗ്ലോണിമയുടെ പ്ലാന്റ് നമുക്ക് റീപോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ റീപോർട്ട് ചെയ്യാൻ ഈ ഒരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് 8 ഇഞ്ച് വലിപ്പമുള്ള അത്യാവശ്യം വലിയൊരു ചട്ടിയാണ്. പിന്നെ നമ്മൾ കൂടുതലായിട്ട് എടുത്തിരിക്കുന്നത് ഉണങ്ങിയ കരികിലയാണ്. പിന്നെ നമ്മൾ വളമായിട്ട് എടുത്തേക്കുന്നത് ചാണകപ്പൊടിയാണ് കേട്ടോ. പിന്നെ നമുക്ക് മണ്ണ് ആ ഒരു പോട്ടിൽ നട്ടിരിക്കുന്ന മണ്ണുണ്ടല്ലോ, ആ ചെടിച്ചട്ടിയിലുള്ളത്, അത് മാത്രം മതിയാവുമേ. അപ്പം നമുക്ക് പോട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഈ ഒരു ചട്ടിയിലേക്ക് കരികില നിറച്ച് കൊടുക്കാം കേട്ടോ. നല്ല രീതിയിൽ കരിയില ഇട്ട് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ നമ്മുടെ ചട്ടിയുടെ 1/4 ഭാഗത്തോളം ഇതാ ഉണങ്ങിയ കരിയില നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ കരിയിലയും ചാണകപ്പൊടിയും ചട്ടിയുടെ 1/4 ഭാഗത്തോളം ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പ്ലാന്റ് ആ ഒരു ചട്ടിയിൽ നിന്ന് മാറ്റി ഇതിലേക്ക് വയ്ക്കാം. നമ്മൾ പ്ലാന്റ് ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടുകളൊക്കെ വന്ന പ്ലാന്റാണേ. അപ്പം ഈ ഒരു ചട്ടിയിലെ മണ്ണ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പ്ലാന്റും കൂടി ഇതുപോലെ പൊക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ തന്നെ നമുക്ക് ചട്ടിയിലേക്ക് വയ്ക്കാം. നമുക്ക് ഈ ഒരു കുഞ്ഞു ചെടിച്ചട്ടിയിലെ ഈ ഒരു ചെടിയും പിന്നെ ഞാൻ വെള്ളത്തിലിട്ടൊരു തണ്ട് വെച്ചിരുന്നത് കേട്ടോ. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. വെള്ളത്തിൽ ഇട്ട് വെച്ചാലും ഇതിന് റൂട്ട് പിടിക്കുന്നൊരു പ്ലാന്റാണ് കേട്ടോ. ഇതുണ്ടോ, ഇതിന് നല്ല വേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റും കൂടെ ഇതിൻ്റെ കൂടത്തിൽ തന്നെ നമുക്ക് പോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഇനി നമുക്ക് കുറച്ച് മണ്ണും കുറച്ച് ചാണകപ്പൊടിയും കൂടെ സൈഡിൽ കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കാവേ. അപ്പം നമ്മൾ പ്ലാന്റ് നല്ല രീതിയിൽ പോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നന്നായിട്ട് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് ഈ ഒരു പ്ലാന്റ് നല്ല ഹെൽത്തിയിൽ വളർന്നു വന്നോളും കേട്ടോ. ഇപ്പം തന്നെ ഇതുണ്ടോ, പുതിയ ഗ്രോ ടിപ്പൊക്കെ വളർന്ന് വരുന്നുണ്ട്. അപ്പോൾ നല്ല ഹെൽത്തിയിൽ തന്നെ ഇത് വളർന്നോളും. ഇതിനി നമുക്ക് നല്ല രീതിയിൽ ഒന്ന് നനച്ച് കൊടുത്തിട്ട് അധികം വെയിലടിക്കാത്ത സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പ്ലാന്റ് നല്ല രീതിയിലൊന്ന് നനച്ചുകൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെടി തണലത്തേക്ക് മാറ്റി വയ്ക്കാം. അപ്പം നല്ല ഭംഗിയുള്ള ഇൻഡോറായിട്ടും വളർത്താവുന്ന ഈ ഒരു ലിപ്റ്റിക് പ്ലാന്റ് എല്ലാവരും ഒന്ന് നട്ട് പരിപാലിക്കുന്നത് നല്ലതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പ്ലാന്റാണേ. അപ്പം എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.